BJPക്ക് ഒരു ക്രിട്ടിക്കൽ മാസ് കിട്ടുന്ന സ്ഥലങ്ങളിൽ പലയിടത്തും CPMന് സൗകര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചേലക്കര വലിയൊരു പാഠപുസ്തകമാണ്. BJPക്ക് വോട്ട് കിട്ടിയെന്നതിനേക്കാൾ ഉപരി പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ആ ഗവൺമെൻറ്റിനെതിരായ ജനവികാരം അത് BJPയിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു പോയി. 33,000 വോട്ട് കിട്ടി. 12,000 വോട്ടിനാണ് UDF പരാജയപ്പെടുന്നത്. അപ്പോൾ 20,000 വോട്ടേ BJPക്ക് കിട്ടിയിരുന്നുള്ളൂ എങ്കിൽ 1000 വോട്ടിന് ചേലക്കരയിൽ UDF ആണ് ജയിക്കേണ്ടത്. കാരണം ഗവൺമെൻറ് വിരുദ്ധ വികാരം അവിടെ 85,000 പേർക്ക് ഉണ്ട് എന്നതാണല്ലോ തിരഞ്ഞെടുപ്പ് കാണിക്കുന്നത്. 52,000 UDFനും 33,000 BJPക്കും 62,000 വോട്ട് കിട്ടിയ LDF ജയിക്കുകയാണ്. അപ്പം അതുകൊണ്ട് BJP ഉയർത്തുന്ന ത്രികോണ മത്സരത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് ജയിക്കാം എന്ന കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വിജയരാഘവനെ പോലുള്ള ആളുകളും അതിനെ പിന്താങ്ങിക്കൊണ്ട് MV ഗോവിന്ദനുമെല്ലാം ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ അതേ അർത്ഥത്തിൽ അത് പിണറായി വിജയൻ പറയുന്നത് ഞാൻ കാണുന്നില്ല. പക്ഷേ 2 പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ വിജയരാഘവനും ഗോവിന്ദനും അത് ആവർത്തിക്കുകയാണ്. BJPയുടെ പരാജയം ഇവിടുത്തെ 1-2 ചെറിയ മുസ്ലിം പാർട്ടികൾക്ക് അല്ലെങ്കിൽ മുസ്ലിം കേന്ദ്രീകൃത പാർട്ടികൾക്ക് ചാർത്തി കൊടുക്കുകയാണ്. അവരുമായി ഞങ്ങൾ ചേർന്നതുകൊണ്ടാണ് ജയിച്ചത് എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ 65% വോട്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയത്. 65% വോട്ട്. 22% വോട്ടാണ് LDFൻ്റെ സ്ഥാനാർത്ഥി സത്യം മൊകേരിക്ക് കിട്ടിയത്. 10% വോട്ടാണ് BJPക്ക് കിട്ടിയത്. പിന്നെ ചെറിയ ചെറിയ വോട്ടുകളേ ഉള്ളൂ. അപ്പോൾ 65% വോട്ട് കോൺഗ്രസിൻ്റെ നേതാവ് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടുമ്പോഴും ആ വിജയത്തിൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിൻ്റെ കാരണം ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ പറയുക എന്ന് പറഞ്ഞാൽ അത് RSSനെ പോലും ലജ്ജിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. അത് പിണറായി വിജയൻ എന്താണ് അഭിപ്രായം എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിണറായി വിജയൻ അതേ അർത്ഥത്തിൽ പറഞ്ഞതായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം. അതുകൊണ്ട് വീണ്ടും MBR കൊണ്ടുവന്ന ബദൽ രേഖയും അതിനു മുമ്പ് EMS കൊണ്ടുവന്ന പോളിറ്റ് ബ്യൂറോ കത്തുമൊക്കെ കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയ്ക്കെടുക്കുകയാണ്. ഇന്ന് പല മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും എല്ലാം അത് ചർച്ചയ്ക്കെടുക്കുന്നുണ്ട്. ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ സംഘടനകൾ എന്ന് പറയുന്നത് RSS പോലെയാണ് എന്ന വാദത്തെയാണ് MBR എതിർത്തത്. അല്ല എന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ അഭിപ്രായം. ന്യൂനപക്ഷങ്ങൾ എല്ലായിടത്തും വേട്ടയാടപ്പെടുകയാണ്. ബംഗ്ലാദേശിൽ വേട്ടയാടപ്പെടുന്നത് ഹിന്ദു ന്യൂനപക്ഷമാണ്. ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്നത് കുത്തക മുതലാളിമാർ അധികാരം പിടിച്ചു പറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ്. കാരണം ഭൂരിപക്ഷം കിട്ടിയാൽ മതിയല്ലോ. വർഗീയമായിട്ടോ അല്ലേന്ന് ആരും ചോദിക്കില്ല. അപ്പോൾ ബംഗ്ലാദേശിലെ ഭൂരിപക്ഷ വർഗീയതയും ഇന്ത്യയിലെ ഭൂരിപക്ഷ വർഗീയതയും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. അതുതന്നെയാണ് പാകിസ്ഥാനിലെ ഭൂരിപക്ഷ വർഗീയത. അതുതന്നെയാണ് സിലോണിലെ സിംഹളീസ് ഭൂരിപക്ഷ വർഗീയത. അവിടെ തമിഴ് എന്ന് പറയുന്നതിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്, കുറച്ച് മുസ്ലിം ക്രിസ്ത്യൻ എല്ലാം ഉണ്ട്. ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയാണ്. സിംഹള എന്ന് പറയുന്നത് ഒരു ഭാഷയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ CPM ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. അതിനെക്കുറിച്ച് പിണറായി വിജയൻ്റെ അഭിപ്രായം എന്താണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും. വെരി സിമ്പിൾ. ഒറ്റ വാക്കിൽ അവർ വ്യക്തിപരമായിട്ട് പ്രശ്നക്കാരാണോ അല്ലേ എന്നുള്ളതല്ല. ഭരണകൂടം പിടിച്ചെടുക്കാൻ അതാത് രാജ്യത്തെ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് സാധിക്കൂ. ഇപ്പോൾ RSS ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്നുണ്ടാവും ചിലപ്പോൾ രഹസ്യമായിട്ട്. അവരവിടുത്തെ ഗവൺമെൻറ് പിടിച്ചെടുക്കുമോ? ഇന്ത്യയുടെ ഭാഗമായിരുന്നല്ലോ ബംഗ്ലാദേശ്.
ഇന്ത്യയുടെ ഭാഗമല്ലേ പാകിസ്ഥാൻ. അപ്പോൾ ന്യൂനപക്ഷ സംഘടനകളുടെ പ്രവർത്തനങ്ങളെ വ്യത്യസ്തമായി കാണണം. അവരെവിടെയെങ്കിലും കുഴപ്പമുണ്ടാക്കി അവർക്ക് അവാർഡ് കൊടുക്കണമെന്നല്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിലൊരു കാഴ്ചപ്പാടുണ്ട്. ഒന്ന്, ഭൂരിപക്ഷ വർഗീയതയുടെ ആക്രമണത്തിൻ്റെ ഇരകളാണ് അവർ. ആ ഇരകളോടൊപ്പം നിൽക്കണം. ന്യൂനപക്ഷങ്ങളോടൊപ്പം നിൽക്കണം. അവരാക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങളോടൊപ്പം നിൽക്കണം. അങ്ങനെ നിന്നുകൊണ്ട് മാത്രമേ ന്യൂനപക്ഷ വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് മതേതരത്വത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അങ്ങനെ നിന്നില്ലെങ്കിൽ അവർ കൂടുതൽ തീവ്രമായ സമീപനങ്ങളിലേക്ക് പോകും. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. തെറ്റായിരിക്കും. അതായത് ഭൂരിപക്ഷ വർഗീയതയെ പ്രതിരോധിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും പോലുള്ള സംഘടനകളുടെ പിന്തുണ തേടുന്നതിൽ തെറ്റില്ല. ഒരു തെറ്റുമില്ല.